ഇപ്പോൾ ഞാൻ അല്പം മുമ്പ് ഈ കോൾ എടുക്കുന്നതിന് മുൻപ് ഈ രക്ഷാപ്രവർത്തനത്തിന് പോയ ഒരാളുമായി സംസാരിക്കുകയായിരുന്നു. അവരൊക്കെ പറയുന്നത് ഈ ചൂരൽമലയിലെ തന്നെ അവസ്ഥ വളരെ മോശമാണ്. ഇനിയും ഒരുപാട് പേർ പെട്ടുകിടക്കുന്നു. വളരെ മോശമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സ്കൂളിനപ്പുറത്ത്, വെള്ളാർമല ഹൈസ്കൂളിന് അപ്പുറത്തേക്കുള്ള ഭാഗത്ത് ഈ വീടുകളും കെട്ടിടങ്ങളും തകർന്ന് അതിന്റെ ഉള്ളിലൊക്കെ ഇനിയും ആളുകളുണ്ട്. അവിടെ നിന്നാണ് ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. അത് ഇനിയും ആ മരണസംഖ്യയൊക്കെ ഉയരുമെന്നുള്ള ഒരു ആശങ്കയാണ് അവരൊക്കെ പങ്കുവെക്കുന്നത്. അതിന് പുറമെയാണ് ഈ താഴെ ചാലിയാറിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങളും. എന്താണെങ്കിലും വളരെ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ നിലനിൽക്കുന്നത്. കാലാവസ്ഥ അല്പം മെച്ചപ്പെട്ടിരിക്കുന്നു. കുറച്ചു നേരമായി മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് അല്പം ആശ്വാസകരമായ കാര്യം. രക്ഷാപ്രവർത്തനത്തിനൊക്കെ അതുകൊണ്ട് തടസ്സമില്ല. കാലാവസ്ഥ എന്തായാലും ഇന്നലത്തെ ഒരു സ്ഥിതിയില്ല. മഴ നല്ലോണം മാറി നിൽക്കുന്നുണ്ട്. മുണ്ടക്കൈയിൽ മല മുകളിൽ എവിടെയെങ്കിലും മഴ പെയ്യുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും പൊതുവെ മഴ കുറഞ്ഞിട്ടുണ്ട്. പുഴയിലെ ഒഴുക്കിന്റെ ശക്തിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും വീടുകളിലൊക്കെ, ഈ പുഴയോരത്തെ വീടുകളിലൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറി താഴത്തെ നിലയൊക്കെ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. അതിനൊന്നും മാറ്റമില്ല. കുടുങ്ങിക്കിടക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീട് തകർന്നും ഈ പാറക്കല്ലുകളും അതുപോലെ തടിയും ഒക്കെ ഒഴുകി വന്നും ഒക്കെയുള്ള അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നൊക്കെയാണ് ആളുകളെ, കുഞ്ഞുങ്ങളടക്കമുള്ളവരെ കണ്ടെടുക്കുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എസ്റ്റേറ്റുകളിലെ തൊഴിലാളികളൊക്കെ ഈ സമീപകാലത്തൊക്കെ പൂർണ്ണമായും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. മലയാളികളായ തൊഴിലാളികൾ വളരെ കുറവാണ് ചായത്തോട്ടങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെ അവരിൽ ആരൊക്കെ ഈ ലയങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട്, അവരുടെ എണ്ണം സംബന്ധിച്ച കമൽ, ഈ ലയങ്ങൾ നിന്നിരുന്ന സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? അത് കേടുപാടുകൾ പറ്റിയെന്നാണോ, അതോ അവിടെ ഉണ്ടായിരുന്നവരെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ? ലയങ്ങൾ കൂടുതലായും ഉള്ളത് മുണ്ടക്കൈ മേഖലയിലാണ്. രാവിലെ തന്നെ നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ഒരു 2-3 ലയങ്ങൾ പൂർണ്ണമായും തകർന്നു എന്ന വിവരമാണ് മുണ്ടക്കൈയിൽ നിന്ന് രാവിലെ നമുക്ക് ലഭിച്ചിരുന്നത്. അത് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആളുകൾ പങ്കുവെക്കുന്ന ആശങ്കയൊക്കെ ഈ ലയങ്ങളെ കുറിച്ചൊക്കെയാണ്. ഒരുപാട് വീടുകൾ ഈ ചൂരൽമല, ഈ വെള്ളാർമല സ്കൂളിന് സമീപത്ത് തന്നെ ഏതാണ്ട് ഒരുപാട് വീടുകൾ തകർന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. പുഴയോരത്തുള്ള വീടുകൾ, സ്കൂളിന്റെ കെട്ടിടം വളരെ പുതിയ കെട്ടിടം, താരതമ്യേന പുതിയ കെട്ടിടം, വളരെ ഉറപ്പുള്ള കെട്ടിടം അടക്കം ഒരു ഭാഗം തകർന്ന അവസ്ഥ നമ്മൾ കണ്ടു. അതുകൊണ്ട് അത്രയും ശക്തിയിലാണ് വെള്ളം വന്നിട്ടുള്ളത്. അത്രയും ഒഴുക്കും അതുപോലെ ഈ പാറക്കല്ലും മരങ്ങളും ഒക്കെ ചേർന്നാണ് ഒഴുകി വന്നിട്ടുള്ളത്. വളരെ സ്ട്രോങ് ആയ കെട്ടിടങ്ങൾ അടക്കം തകരുന്ന സാഹചര്യം ഉണ്ടായ ഒഴുക്കിൽപ്പെട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു കാഷ്വാലിറ്റി ആ ഭാഗത്ത് ഉണ്ടായതും ആളുകൾ ഉള്ളിൽ പെട്ടുപോയതുമൊക്കെ. ആളുകൾക്ക് മാറാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് അർദ്ധരാത്രി 1 മണിക്ക് ശേഷം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പൂർണ്ണമായും ഉറക്കത്തിലായിരിക്കും. മുന്നറിയിപ്പ് നൽകാനൊന്നുമുള്ള സമയമോ അല്ലെങ്കിൽ അടുത്ത പുഴയോരത്തെ വീടുകളിലുള്ളവരെ അറിയിക്കാനോ ഉള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. ആകെ ഉണ്ടായത് ജില്ലാ ഭരണകൂടം തുടർച്ചയായി ഈ ഭാഗത്തെ മഴയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നതാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ കൂടി ആളുകൾ മാറി താമസിക്കേണ്ട ഒരു സാഹചര്യമൊന്നും, അല്ലെങ്കിൽ അങ്ങനെ അത്രയും പേർക്ക് മാറി താമസിക്കാവുന്ന ഒരു സാഹചര്യമൊന്നും ഇല്ല. ഇത്രയും പേര് എങ്ങോട്ട് മാറി താമസിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. വളരെ അപകടം പിടിച്ച സ്ഥലത്ത് നിന്നൊക്കെ കുറച്ച് പേരെ ക്യാമ്പിലേക്ക് മാറ്റി, പുഞ്ചിരിമട്ടം എന്ന പ്രദേശത്ത് നിന്നൊക്കെ മാറ്റി എന്നല്ലാതെ മറ്റുള്ളവരെ അങ്ങനെ മാറ്റാനുള്ള ഒരു സംവിധാനമൊന്നും ഒരുക്കുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾ ഈ ദുരന്തത്തിൽ ഉൾപ്പെട്ടത്. ഇനിയും അതിന്റെ വ്യാപ്തി വ്യക്തമാകേണ്ടതുണ്ട്. ഇനി സൈന്യമൊക്കെ വരുന്നതോടുകൂടി, മുണ്ടക്കൈയിലെ വിവരങ്ങൾ ലഭിക്കുന്നതോടുകൂടിയായിരിക്കും അത് വ്യക്തമാവുക. ശരി, കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.